അങ്ങനെ നമ്മൾ മാമലക്കണ്ടത്തുനിന്ന് തിരിച്ചു പോരുന്നത് വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. വാട്ടർഫോൾസിന് ചുറ്റും ഏലത്തോട്ടമാണ്. ഏലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയും ആനകൾ വന്നിട്ട് ഇവിടെ നിന്ന് വെള്ളം കുടിക്കാറുണ്ടെന്നാണ് പറയണത്. ചുറ്റുകാടുമാണ്, അതിൻ്റെ ഉള്ളിലൂടെയാണ് ഈ വരണതെല്ലാം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി താഴേക്ക് ഇറങ്ങണേണ് വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ വേറെയും ഒത്തിരി ആൾക്കാരുണ്ട്. അത് വേറെ ഇതേപോലെ KSRTC കോതമംഗലത്ത് നിന്ന് പുറപ്പെട്ട ബസ്സിൽ ആൾക്കാരും അവിടെ ഉണ്ട്. അപ്പോൾ അവരാണ് ആദ്യം വന്നത്, അതിൻ്റെ പുറകെയാണ് ഞങ്ങളും ചെല്ലണത്. ഞങ്ങൾ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇവർ പോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു 10-15 മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് 2 ബസ്സും പുറപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറേ സമയം അവിടെ നിന്ന് ചിലവഴിച്ച് കാഴ്ചകളൊക്കെ കണ്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങി കാലൊക്കെ മുക്കി അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നിൽക്കണേണ്. ചെറിയൊരു തണുപ്പും കാറ്റും അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയായിരുന്നു അവിടെ. ഇതാണ് ഇവിടുത്തെ ചുറ്റും കാണുന്ന കാഴ്ച. മഴയുള്ളപ്പോൾ ശക്തിയായിട്ട് വെള്ളം വരും. ഇപ്പോൾ മഴ കുറവായത് കാരണം വെള്ളം കുറവാണ്. എന്നാലും അത്യാവശ്യത്തിനുള്ള വെള്ളമുണ്ട്. അങ്ങനെ എല്ലാവരും കുറച്ച് നേരം അവിടെ നിന്ന് കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ പുറപ്പെട്ടു. അവിടെ നിന്ന് നമ്മൾ പോകുന്നത് മാങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഭയങ്കര ക്യൂ ആയിരുന്നു ഫുഡ് എടുക്കാനായിട്ട്. എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാനെടുത്ത ഭക്ഷണമാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഉച്ചക്കത്തെ ഫുഡ് എല്ലാം ഉണ്ട്, ഒരുപാട് കറികളും എല്ലാം ആയിട്ട് ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ഒന്ന് തിരക്ക് കുറഞ്ഞു. ആദ്യം ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങളാണ് ലാസ്റ്റ് പോയിട്ട് ഫുഡൊക്കെ എടുത്ത് കഴിച്ചത്. എല്ലാം കഴിഞ്ഞ് പതുക്കെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങളെല്ലാവരും വെള്ളത്തിലേക്ക് ഇതേപോലെ ഇറങ്ങി. നമ്മൾ നേരത്തെ ഇറങ്ങിയ വാട്ടർഫോൾസിലേക്കുള്ള വെള്ളം ഇവിടെ നിന്നാണ് ഒഴുകി പോകുന്നത്. ഇതിന് തൊട്ട് മുന്നേ ഇനിയും ഉണ്ട് കാണാനായിട്ട്. നമ്മൾ പോകുന്തോറും വഴികളൊക്കെ കാണിച്ചു തരാം എവിടെ നിന്നാണ് വെള്ളം വരുന്നതെന്നൊക്കെ. അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങി. ഈ പടിക്കെട്ടിലൂടെ വേണം താഴേക്ക് ഇറങ്ങാനായിട്ട്. അങ്ങനെ പതുക്കെ ഞങ്ങളെല്ലാവരും കൂടി താഴേക്ക് പോയി. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ആദ്യം ഫുഡ് കഴിച്ച ആൾക്കാരൊക്കെ കുറച്ച് പേര് വെള്ളത്തിൽ കിടക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ മീനുകളൊക്കെ ഇതിലൂടെ ഓടിക്കളിക്കുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കാലിട്ട് ഒക്കെ നടന്നു വന്നപ്പോഴത്തേക്കും എല്ലാം ഓടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അത് കഴിഞ്ഞ് നമ്മൾ കുളി കഴിഞ്ഞ ആൾക്കാരൊക്കെ ഫ്രഷ് ആവാനുള്ള സ്ഥലമുണ്ട് ഇവിടെ. എല്ലാം കഴിഞ്ഞൊരു ചെറിയ റിസോർട്ട് പോലെയാണ്. എല്ലാവരും ഫ്രഷായി റെസ്റ്റൊക്കെ എടുത്തിരിക്കുന്നതാണ്. റൂമുകളൊക്കെ ഉണ്ട്, റെസ്റ്റ് എടുക്കാനും കുളിക്കാനും ഫ്രഷ് ആവാനൊക്കെ ആയിട്ടുള്ള റൂമുകളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി.
അത് കഴിഞ്ഞ് നമ്മൾ എത്തിയിരിക്കുന്നത് ആനക്കുളം എന്ന് പറയുന്ന സ്ഥലമാണ്. ആനക്കുളത്ത് ചെന്നിട്ട് നമ്മൾ ഈ കാണുന്നത് ഇവിടെയാണ് കൂട്ടമായിട്ട് ആനകൾ വരണമെന്ന് പറയണത്. ഒരു ദിവസം ചിലപ്പോൾ 10-30 ആനകളോളം ഉണ്ടാവും ഈ സ്ഥലത്ത് എന്നാണ് പറയുന്നത്. ഞങ്ങൾ വന്നപ്പോൾ ആനയൊന്നും കണ്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. എന്തായാലും ഈ ഭാഗത്താണ് വന്ന ആനകൾ വെള്ളം കുടിക്കുകയും ഒരുപാട് നേരം ഇവിടെ നിന്ന് കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയൊക്കെ ചെയ്യണത്. ആന വന്നിട്ട് ഈ വെള്ളത്തിൻ്റെ നടുവിൽ ഒരു സ്ഥലം നമുക്ക് കാണിച്ചു തന്ന് അതിൻ്റെ ഭാഗത്ത് വന്നിട്ട് നല്ലോണം തുമ്പിക്കൈ കൊണ്ട് സഗ് ചെയ്തിട്ട് വെള്ളം വലിച്ചെടുക്കുക. അതിനെന്തോ പ്രത്യേകത ഉണ്ട് ആ ഭാഗത്ത് നിന്നാണ് പറയുന്നത്. സാധാരണ വെള്ളം കുടിക്കണ മാതിരിയല്ല, നല്ലോണം തുമ്പിക്കൈ മുക്കി വെച്ചിട്ടാണ് അവിടെ നിന്ന് വെള്ളം വലിച്ചെടുക്കണമെന്ന്. അതെന്താണെന്ന് അറിയില്ല, ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളത് എന്താണ്. അതവിടെ അവർ അവിടെ നിന്ന് വെള്ളം ശേഖരിച്ച് ഫോറസ്റ്റുകാരൊക്കെ പരിശോധിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അവിടെ വന്നിട്ട് ആന ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് അവിടെ നിന്ന് വെള്ളം കുടിക്കണതെന്നാണ് പറയണ കേട്ടത്. ആനക്കുളത്തു നിന്നാണ് നമ്മൾ ചായയും സ്നാക്സൊക്കെ കഴിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തുന്നത് ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറയുന്ന തേയിലത്തോട്ടത്തിലേക്കാണ്. ഇവിടെയും ഉണ്ട് ഒത്തിരി കാണാനായിട്ട്. ഒരു നല്ല അടിപൊളി വൈബായിരുന്നു. എല്ലാവരും ഒരുപാട് ആസ്വദിച്ച് നിന്ന ഒരു സ്ഥലം. ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എല്ലാവരും എടുത്തിരുന്നു ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തണുപ്പും നല്ല ഒരു കാലാവസ്ഥയായിരുന്നു ഇവിടെ എത്തിയപ്പോൾ. ഞങ്ങളെക്കാളും മുമ്പ് ബസ്സിലുണ്ടായിരുന്ന സാറുമാർ ആദ്യം ഇറങ്ങി ഓടിപ്പോയി. എല്ലാവരും കൂടി നല്ല രസമായിരുന്നു അവരൊക്കെ ഉള്ളത് കൊണ്ടിട്ട്. അവരെല്ലാവരും ഫസ്റ്റ് പോയി, പുറകെ ഞങ്ങളെല്ലാവരും ബസ്സിൽ നിന്ന് പതുക്കെ ഇറങ്ങിയിട്ടാണ് തോട്ടത്തിലേക്ക് ഇറങ്ങിയത്. മൂന്നാർ പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഈ ലക്ഷ്മി എസ്റ്റേറ്റിൽ ഇതുപോലെ ഞങ്ങൾ പോയിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് പോയേക്കണത്. ഇതിൻ്റെ ഉള്ളിലിങ്ങനെ കയറാനും ഒത്തിരി അകത്തേക്ക് നടക്കാനും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ച്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. ഈ തോട്ടത്തിൻ്റെ ഇടയിലൂടെ നടക്കാൻ തന്നെ നല്ലൊരു സുഖമാണ് കേട്ടോ. നല്ല ഇതിലാണ് ഫോട്ടോസും ഒരുപാട് ഞങ്ങളെല്ലാവരും എടുത്ത്. നല്ല ഒരു ഫ്രെയിമാണ് ഇവിടെ. ഏത് ഭാഗത്തേക്ക് നോക്കിയാലും അടിപൊളിയായിട്ടുള്ള സീനറിയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇവരൊക്കെ ഓടി പെടഞ്ഞ് കയറി ആ പാറയുടെ മുകളിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കലും ഡാൻസ് കളിക്കലും ഒക്കെയാണ് അവരെല്ലാവരും. ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും.
നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടുത്തെ നമ്പറും മറ്റു ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിലിട്ടേക്കാം. ഏതായാലും ഇത് നിങ്ങൾ മിസ് ചെയ്യരുത്. ഒരു അടിപൊളി യാത്രയാണ്. നമ്മളെ പോലുള്ളവർക്ക് ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ഒതുങ്ങണ ഒരു ട്രിപ്പാണിത്. എല്ലാവർക്കും നന്നായിട്ട് ആസ്വദിച്ചിട്ട് പോയിട്ട് വരാം. പിന്നെ ഞങ്ങൾ പോയത് കല്ലാറെന്ന് പറഞ്ഞ സ്ഥലത്താണ്. മൂന്നാറിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്നത്. അവിടെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുറേ നേരം അവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പുറപ്പെട്ടത്. അത് കഴിഞ്ഞ് മൂന്നാറിൽ നിന്ന് താഴെ എത്തി. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചു പോന്നു.